വിദേശത്ത് പഠനം, അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ജോലി, ബാക്കി ജീവിതം ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ. കുറച്ചു കാലങ്ങളായി ശരാശരി മലയാളി ചെറുപ്പക്കാരുടെ ജീവിതത്തിൻ്റെ പ്ലാനിങ് ഏകദേശം ഇതുപോലെയൊക്കെയാണ്. മക്കളെ എങ്ങനെയെങ്കിലും നാടുകടത്താൻ നോമ്പും പ്രാർത്ഥനയുമായി നടക്കുന്ന മാതാപിതാക്കളും കുറവല്ല. ഇവർക്കെല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ് അരുൺ വൈഗ സംവിധാനം ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ഒട്ടും അതിശയോക്തിയില്ലാത്ത കേരളത്തിലെ യുവാക്കളുടെ ജീവിതാനുഭവങ്ങളെ കൃത്യതയോടെ ചിത്രം അവതരിപ്പിക്കുന്നു. ചെറുപ്പക്കാർ കൂട്ടത്തോടെ നാടുവിടുമ്പോൾ നാട്ടിൽ ബാക്കിയാകുന്നത് പൂട്ടിക്കിടക്കുന്ന വലിയ വീടുകളും നോക്കാൻ ആരുമില്ലാത്ത ഒറ്റപ്പെട്ട വൃദ്ധസദനങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുമാണ്. പുതിയൊരു രാജ്യത്ത് വേറിട്ട സംസ്കാരത്തിനൊപ്പം ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരും അതിരുകളില്ലാത്ത പ്രതിസന്ധികളെയാണ് നേരിടേണ്ടി വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളുടെ ബുദ്ധിയും കഴിവും നമ്മുടെ നാട്ടിന് പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നൊരു വലിയ വിഷയമാണ് അരുൺ വൈഗ തന്റെ ചിത്രത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. വിദേശത്ത് പോകാൻ തയ്യാറാകുന്ന ടോണി എന്ന യുവാവിൻ്റെയും അച്ഛൻ റോയിയുടെയും ജീവിതമാണ് സിനിമ പറയുന്നത്. മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്ന ഏതൊരു മലയാളി കുടുംബത്തിൻ്റെയും നേർപതിപ്പാണ് ടോണിയുടെ കുടുംബം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം ബി ന്യൂസ്.